ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഒരാശ്രമത്തിൽ വളരെ കോപിഷ്ഠനായ ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ പ്രശ്നങ്ങൾക്കും മറ്റു സന്യാസിമാരെ പഴി പറഞ്ഞിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരെയും പഴി പറഞ്ഞുള്ള ജീവിതം അദ്ദേഹം തന്നെ മടുത്തു. അതിനാൽ ഒരു ഏകാന്ത സ്ഥലത്ത് തനിയെ പാർക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഒരു വനപ്രദേശത്തിന് സമീപം ഒരു പർണശാല ഉണ്ടാക്കി അദ്ദേഹം ഏകാന്തവാസം ആരംഭിച്ചു. ഒരിക്കൽ യാദൃച്ഛികമായി തൻ്റെ വെള്ളക്കുടത്തിൽ അദ്ദേഹത്തിൻ്റെ കൈമുട്ടുകയും കുറച്ച് വെള്ളം തൂവുകയും ചെയ്തു. അത് അദ്ദേഹത്തിന് അനിഷ്ടമായി. ഏതാനും നിമിഷം കഴിഞ്ഞ് അദ്ദേഹം ആ കുടത്തിൽ ഒന്നുകൂടെ മുട്ടി. കുറച്ച് വെള്ളം കൂടെ തുളുമ്പി പുറത്തേക്ക് വീണു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം കുടമെടുത്ത് തറയിലേക്ക് എറിഞ്ഞു. അത് അനേകം ചെറു കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. അവിടെയെല്ലാം വെള്ളം തൂവുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. കുറ്റം തൻ്റെ തന്നെയാണ്, മറ്റുള്ളവരുടേതല്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ കൂടെ ഞാൻ എന്ന ഭാവത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ് കോപവും ക്രോധവും. അതിന് മറ്റാരും യഥാർത്ഥത്തിൽ കാരണക്കാരല്ല. നമ്മുടെ അഹംഭാവം മാത്രമാണ് അതിനുള്ള കാരണം. പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, ഞങ്ങളിലുള്ള എല്ലാ അഹംഭാവവും അവിടുന്ന് പൂർണ്ണമായി മാറ്റിത്തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് അയോഗ്യമായ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാവിധമായ അഹങ്കാരവും വിനയമില്ലായ്മയും അവിടുന്ന് പൂർണ്ണമായി മാറ്റി താഴ്മയുടെയും വിനയത്തിൻ്റെയും ഒരനുഭവം ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.